അങ്ങനെ നിന്നു. ഇത്തവണ ശ്രീ തിരുവഞ്ചൂരുമായി ബന്ധപ്പെട്ട ഉപചാരകളിൽ നിന്ന് കേൾക്കുന്ന വാക്ക് തന്നെ ഞാൻ ഉദ്ധരിക്കാം. പെൻഡ്രൈവ് ഉണ്ട്, അത് പുറത്തേക്ക് വിട്ടാൽ 5 മിനിറ്റ് കൊണ്ട് പുതുപ്പള്ളിക്കാരന്റെ കുടുംബം ഇല്ലാതാകുമെന്ന്. ഞാനിത് ആർജവത്തോടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. പേരുകൾ ചോദിക്കാൻ താങ്കളും കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഏറ്റവും സന്തോഷമുണ്ട് എന്നെ പിന്തുണച്ചൻ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ. എനിക്ക് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആക്ഷേപിച്ചേനെ. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നിലയിൽ താങ്കൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കേട്ടത്. കാരണം ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. അത് വാസ്തവത്തിൽ പെൻഡ്രൈവ് ഉണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ ബ്ലാക്ക് മെയിൽ കഥ വളരെ സജീവമായി രംഗത്തുണ്ട്. അത് ഒരു വലിയ പരിധിവരെ വിശ്വസിക്കാൻ പോലും നിർബന്ധിതരാവുന്ന രീതിയിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് അത് പുറപ്പെടുന്നത് എന്നുള്ളത് പ്രധാനം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനെയൊക്കെ മറികടക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുമായിരുന്നില്ലേ ആ ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ സ്വന്തം KPCC പ്രസിഡന്റിനെ ഏൽപ്പിക്കാൻ എന്തുകൊണ്ട് ഇവർ മടിക്കുന്നു ഇപ്പോഴും എന്നുള്ളത് വളരെ വ്യക്തം. ഇവിടെ ഹൈക്കമാൻഡിന്റെ ചെയ്തു. ഹൈക്കമാൻഡ് തീർച്ചയായിട്ടും ദുർബലമായിട്ടാണോ എന്ന് അറിഞ്ഞോളൂ, അതോ ഇവരുടെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ഇക്കാര്യം ഈ സന്ദർഭങ്ങളിലും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും എ ഗ്രൂപ്പിന്റെ ദുർവാശിക്ക് അവസാനം കാണാൻ സഹായിക്കുമെന്നാണ്. പക്ഷെ എന്തുകൊണ്ടോ അതും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരികെ എത്താം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്കളുടെ മറുപടി. വേണു അങ്ങനെ വലിയ ആളായിട്ട് വിലസണ്ട. വേണു ആരാ ഇതൊക്കെ പറയാനായിട്ട്? 40-50 കൊല്ലം പാർട്ടികൾ ഉമ്മൻചാണ്ടി നിങ്ങൾ വർഷമാണ്. വേണു അങ്ങനെ വലിയ ആളൊന്നും വേണ്ട. വേണിനെ കുറിച്ച് എനിക്കും തിരിച്ചു പറയാം കേട്ടോ. വേണു എന്താ പറഞ്ഞത്? പെൻഡ്രൈവോ? തനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? താൻ ആരാ തന്റെ വിചാരം? തന്റെ വേഷങ്ങളുടെ കയ്യിലാണ് കേട്ടോ. താൻ മേലായി ചർച്ചക്കാരെ വിളിക്കുന്നത് കേട്ടോ. താൻ തോന്നാസ പറയാൻ. താൻ ആരാ തന്റെ വിചാരം? സദാചാരത്തിന്റെ ആളവൻ. തന്റെ വേഷങ്ങൾ ഞാൻ വിളിച്ചു പറയാം കേട്ടോ. എന്റെ മുഖം പറയിപ്പിക്കരുത്. താൻ ആരാണ് തന്റെ വിചാരം?